കോവിഡ് കാലത്ത് സർക്കാരിന്റെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്ത വകയിൽ ലഭിക്കാനുള്ള കമ്മീഷൻ തടഞ്ഞുവെക്കുന്നുവെന്നാരോപിച്ച് ചാലക്കുടി താലൂക്കിലെ റേഷൻ വ്യാപാരികൾ സപ്ലൈ ഓഫീസിൽ ഉപരോധ സമരം നടത്തി. എംഎൽഎ സനീഷ് കുമാർ ജോസഫ് സ്ഥലത്തെത്തി ടിഎസ്ഒയുമായി ചർച്ച നടത്തുകയും 190 റേഷൻ കടക്കാർക്കുള്ള കമ്മീഷൻ അടുത്ത ദിവസം നൽകുമെന്ന് ഉറപ്പുവാങ്ങുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സമരം അവസാനിച്ചത്. ചാലക്കുടി താലൂക്കിൽ മുടന്തൻ ന്യായങ്ങൾ നിരത്തി തുക നൽകുന്നത് സപ്ലൈ ഓഫീസർ നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ പങ്കജാക്ഷൻ പറഞ്ഞു. പല മാസത്തെ കാശ് കംപ്ലീറ്റ് അടച്ചു കഴിയുമ്പോൾ 15-ാം തീയതിക്കുള്ളിൽ തരണമെന്നാണ് ഗവൺമെൻറ് ഓർഡർ. കമ്മീഷൻ തരണം. ഇപ്പം കുറേ നാളുകളായിട്ട് ഇത് 2 മാസം കൂടിയിട്ട് തരണം. 2 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് കമ്മീഷൻ തരുന്നത്. അപ്പം അത് സമരവും മറ്റുള്ള സമ്മർദ്ദങ്ങളും നിശ്ചയമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് 15-ാം തീയതിക്കുള്ളിൽ തരാമെന്ന് പറയുന്നു. എന്നിരുന്നാലും ഇത്തവണ ഇവരെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്മീഷൻ നേരിട്ട് ഫെബ്രുവരിയിൽ പിടിച്ചു. ഫെബ്രുവരിയിൽ ഞങ്ങൾ വ്യാഴാഴ്ച വന്നിട്ട് ഇവിടെ പറയുന്ന 37 കടക്കും കൂടി ഇഷ്യൂ ചെയ്ത് തീർക്കാനുണ്ട്. ഏത് ഫെബ്രുവരിയിലെ അരി 37 കടക്കും. ആ അരി ഇഷ്യൂ ചെയ്ത് തീർത്തത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച. അപ്പോൾ 16 കടയ്ക്ക് ശനിയാഴ്ച കൂടി കൊടുക്കാനുണ്ടായിരുന്നപ്പോൾ ഈ ക്യാഷ് ഫെബ്രുവരിയിൽ ഞങ്ങൾ പിടിച്ചു ഫുള്ളായിട്ട് അഡ്വാൻസ് എത്തിച്ചു. അപ്പം ഞങ്ങൾ ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മീഷൻ തരുമ്പോൾ ഇനി അഡ്വാൻസ് നിങ്ങൾക്ക് കാശ് അടയ്ക്കണം. ഇനി മാർച്ചിലെ കാശ് ഞങ്ങൾ അഡ്വാൻസ് അടയ്ക്കാം. അപ്പോൾ അസോസിയേഷൻ